15,000 രൂപ വെറും 5 മിനിറ്റിൽ എനിക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കിഡ്ലൻ പുതിയ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ജെനുവിൻ ആണോ ഫേക്ക് ആണോ ലോൺ എടുക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞുതരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അപ് ടു 30,000 റുപ്പീസ് വരെയാണ്. നമുക്ക് 12 തൊട്ട് 36 മാസം ടെന്യൂറിലായിരിക്കും നമുക്ക് ലോൺ ലഭിക്കുന്നത്. ഇൻട്രസ്റ്റ് നമുക്ക് 1% സ്റ്റാർട്ട് ചെയ്യും. പെർ മന്ത് 3% വരെ ഇൻട്രസ്റ്റ് പോകും. പ്രോസസ്സിംഗ് ഫീസും നമുക്ക് 3% ആണ് ഈ ആപ്ലിക്കേഷനിൽ വരുന്നത്. നോർമൽ എല്ലാ ആപ്ലിക്കേഷനിലും വരുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവരെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ആപ്ലിക്കേഷൻ്റെ പേര് ക്യാഷ് വിയ എന്നാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഈ ആപ്ലിക്കേഷൻ. ഗ്രോ മണി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ NBFCയിലാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 3.5 റേറ്റിംഗ് ഒക്കെ പ്ലേ സ്റ്റോറിൽ വരുന്നുള്ളൂ. ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് അവിടെ നിന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. സോ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ലോൺ ഫ്രം RBI രജിസ്റ്റേർഡ് NBFC എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. സോ ക്യാഷ് വിയ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. താഴെയായിട്ട് നമുക്ക് മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. സോ OTP കൊടുത്തുമ്പോൾ പെർമിഷൻസ് ചോദിക്കും. ഈ പെർമിഷൻസ് ഒക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പെർമിഷൻസ് കൊടുത്താൽ മതി. ശേഷം മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലെ യുവർ ഡിസൈഡ് ലോൺ അൺലോക്കഡ് എന്നൊക്കെ പറഞ്ഞത് കൊടുത്തിട്ടുണ്ട് അപ് ടു 1 lakh വരെ. അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് കോൺടാക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവരുടെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിൽ, മൊബൈൽ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക. താഴെ നമുക്ക് ഹോമിൽ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ലോൺ അപ് ടു 1 lakh എന്ന് പറഞ്ഞ് കാണാം. ഗെറ്റ് ക്യാഷ് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നമ്മുടെ ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനാണ് പറയുന്നത്. അത് കൊടുത്ത് ഇമെയിലിട്ടൊരു OTP കാര്യങ്ങളൊക്കെ വരും. ആ OTP ഒക്കെ കൊടുത്ത് വെരിഫൈ കൊടുക്കുമ്പോൾ അടുത്ത പേജിൽ ലോൺ പർപ്പസ് ആണ് ചോദിക്കുന്നത്. ശേഷം എത്ര എമൗണ്ട് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പിൻകോഡ് ചോദിക്കുന്നുണ്ട്. സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മന്ത്ലി ഇൻകം, അതുപോലെ തന്നെ സാലറി റിസീവ് ചെയ്യുന്നത് ക്യാഷ് ആണോ, ബാങ്ക് ആണോ, ചെക്ക് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കാനാണ് പറയുന്നത്. പാൻ കാർഡിൻ്റെ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. ഒന്നുകിൽ ഡിജി ലോക്കർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ OTP കൊടുത്തുകൊണ്ട് നമുക്ക് ആധാർ KYC കംപ്ലീറ്റ് ചെയ്യാം. സോ ആധാർ OTP ക്ലിക്ക് ചെയ്യുന്നു. ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുന്നു. ആധാറായിട്ട് ലിങ്ക് ഇരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നു. OTP കൊടുത്തു കഴിയുമ്പോൾ ആധാർ KYC കംപ്ലീറ്റ് ചെയ്യുന്നു. ശേഷം അടുത്ത പേജിൽ നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് കമ്പനിയുടെ പേര്, ഡെസിഗ്നേഷൻ, ഓഫീസ്, ഇമെയിൽ, സാലറി, ഡേറ്റ്, ആധാറായിട്ട് ലിങ്ക് ഇരിക്കുന്ന മൊബൈൽ നമ്പർ, മാരിറ്റൽ സ്റ്റാറ്റസ്, സിംഗിൾ ആണോ മാരിഡ് ആണെന്നുള്ളത്, പിന്നെ ക്വാളിഫിക്കേഷൻ, റെസിഡൻസ് ടൈപ്പ്, വർക്ക് എക്സ്പീരിയൻസ്. ഞാനിവിടെ സ്വന്തമായിട്ടൊരു കമ്പനിയുടെ പേരൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ആപ്ലിക്കേഷൻ അപ്രൂവ് ആവില്ലെന്ന് പറയാനായിട്ട് സാധിക്കും. എനിക്കിവിടെ 15,000 അപ്രൂവ് ആയിട്ടുള്ളത്. അതും ആധാർ കാർഡ്, പാൻ കാർഡ് മാത്രം വെച്ചുകൊണ്ട്. നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീഡ് ഹയർ ലോണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴി അല്ലെങ്കിൽ ലോൺ അഗ്രിഗേറ്ററോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ് ബാങ്കിങ്ങോ വഴി ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്തുകൊണ്ട് എമൗണ്ട് കൂടുതൽ എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല. തൽക്കാലം 15,000 അക്സെപ്റ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ അടുത്ത പേജിൽ റീപേയ്മെൻറ്റ് പ്ലാൻ കാണിക്കും. 15,000 അപ്രൂവായി 13,230 രൂപ ഡിസ്ബേഴ്സ് ആകും. അതിൻ്റെ ഫീസ് എന്തൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്. ടെന്യൂർ നമുക്ക് 3 മാസം വരുന്നുണ്ട്. മന്ത്ലി EMI 6,065 രൂപയാണ്. അതായത് ഓൾമോസ്റ്റ് 18,100 അല്ലെങ്കിൽ 180 രൂപയോളം തിരിച്ച് റീപേ ചെയ്യണം. നമുക്ക് കിട്ടുന്ന എമൗണ്ട് 13,000 ആണ്. ഓൾമോസ്റ്റ് 3 മാസം കൊണ്ട് ഒരു 5,000 രൂപയോളം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് EMI, സെക്കൻഡ് EMI, തേർഡ് EMIയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം പക്ക ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് ഒരു സെൽഫി ആഡ് ചെയ്യാനായിട്ട് പറയും. സെൽഫി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനാണ് പറയുന്നത്. അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഇമാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. നമ്മുടെ ഓട്ടോമാറ്റിക്കലി EMI കട്ടാവുന്ന പരിപാടി ഉണ്ടല്ലോ, അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് OTP കൊടുത്തുകൊണ്ട് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. എനിക്ക് ഇത് ആവശ്യമില്ല, കാരണം എനിക്ക് 3 മാസത്തേക്ക് 5,000 എക്സ്ട്രാ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം. ആപ്പ് ജെനുവിനാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എടുക്കുന്നവർ തീർച്ചയായിട്ടും റീപേ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തുക. റീപേ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലുള്ള ചെറിയ ആപ്ലിക്കേഷൻസ് ലോൺ എടുക്കുക. അല്ലെങ്കിൽ ഇവർ ലോണൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പണി കിട്ടും. സിബിലാണെങ്കിലും ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റുന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. എന്തായാലും ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. 3 മാസം കൊണ്ട് 5,000 രൂപ റീപേ ചെയ്യണമെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഒരുപാട് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഫീസായിട്ട്. സോ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം. എടുക്കാതിരിക്കുക നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ചോയ്സാണ്. ഞാൻ ആരും എടുക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ല. എടുക്കേണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആപ്പിൽ റീപേ ചെയ്യാൻ പറ്റുന്നില്ല, റീപേയ്മെൻറ്റ്
ചെയ്തിട്ട് അപ്ഡേറ്റ് ആയാൽ പോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം കാണിച്ച് അവരുടെ മെയിലിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.